മച്ചാമാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കപ്പലിലെ ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശമ്പളം, അത്രയ്ക്ക് മാത്രം ശമ്പളം കൊടുക്കാൻ വേണ്ടി എന്താണ് ഈ ക്യാപ്റ്റൻ ചെയ്യുന്നത്, 20 ലക്ഷവും 25 ലക്ഷവും ഓരോ മാസവും എങ്ങനെയാണ് ഈ കപ്പലിലെ ക്യാപ്റ്റന് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇത് പണ്ട് ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ആരും അതിന് വിശ്വസിച്ചില്ല. പിന്നെ പകുതി പേര് എന്നോട് ചോദിച്ച കമന്റ്സ് കേട്ട് ഞാൻ ചിരിച്ചിരിച്ച് സത്യം പറഞ്ഞ ചത്തു. അത്രയ്ക്ക് മാത്രം കോമഡി കമന്റ്സ് ആണ് വന്നത്. അതായത് ഒരു കമന്റ്സിൽ ഇങ്ങനെയായിരുന്നു, ഈ ക്യാപ്റ്റൻ 20 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നു, അതായത് ഞങ്ങൾ ഇവിടെ പട്ടി പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് 40,000 രൂപ പോലും ശമ്പളം കിട്ടത്തില്ല, എന്തുകൊണ്ടാണ് പ്രോ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ. ഈ ക്യാപ്റ്റൻ അതുമാത്രം എന്താണ് ആ ക്യാപ്റ്റൻ ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നിറയെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും കൂടി ഒരു ഉത്തരം ഞാൻ ഷോർട്സ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ളായിട്ട് എനിക്ക് വിശദീകരിച്ച് പറയാൻ പറ്റിയില്ല, അത് പകുതി പേർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അന്നേ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, സമയം കിട്ടിയില്ല ഗൈസ്. അപ്പൊ ഇന്ന് സമയം കിട്ടി, ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ തട്ടി വിട്ടേക്ക് ഗൈസ്. അപ്പൊ ഞാൻ ഈസി ആയിട്ടും വിശദീകരിച്ചും പറഞ്ഞുതരാം ഗൈസ്, കപ്പലിലെ ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശമ്പളം. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് കപ്പലിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേക്ക്, അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കപ്പലിലോട്ട് വരാനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പം കമന്റ്സ് ഇട്ടാൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതിനെപ്പറ്റി ഞാൻ നിറയെ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഷോർട്സ് വീഡിയോയിൽ എനിക്കിതെപ്പറ്റി ഫുള്ളായിട്ട് പറയാൻ പറ്റിയില്ല. അപ്പം നമ്മളിപ്പോൾ ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ അടക്കം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളിലോട്ട് തന്നെ നമുക്ക് പോകാം. ഇപ്പോൾ ഒരു കപ്പൽ ഇന്ത്യയിൽ നിന്നും അബുദാബി, അതായത് ദുബായിലോട്ട് പോകുന്നു നോക്കാം. ദുബായ് അബുദാബി ആ സ്ഥലത്തോട്ട് പോകുന്നു. അപ്പം നമ്മൾ പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കപ്പലിൽ 100 കാറ്, ഒരു 1000 കാറൊക്കെ കയറ്റാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ മർച്ചന്റ് നേവി ഫീൽഡിൽ വന്നതിന് ശേഷമാണ് ഞാൻ പോലും ഞെട്ടിപ്പോയത്. 10,000 കാറ് ഒറ്റ അടിക്ക് ഒരു കപ്പലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 10,000 കാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാറിന് ഒരു നല്ല ബ്രാൻഡ് കാർ തന്നെ എടുക്കാം, 1 കോടി രൂപയുടെ ഒരു കാറ്. അപ്പം നമ്മളിപ്പോൾ 10,000 കാറാണ് കൊണ്ടുപോകുന്നതെങ്കിൽ 10,000 കോടി രൂപയുടെ കാറ്. ഇപ്പം 10,000 കോടി രൂപയുടെ കാറ് നമ്മൾ ഇന്ത്യയിൽ നിന്നും ഇപ്പം ദുബായിലോട്ട് കൊണ്ടുപോകുന്നു. എക്സാമ്പിളാണ്, ദുബായിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം എന്തൊക്കെയോ ഒരു പ്രോഡക്റ്റ്, അപ്പം നിറയെ പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റും ഇപ്പം കപ്പൽ വഴിയാണല്ലോ പോകുന്നത്. ഇപ്പം കാറ് നമ്മളിപ്പോൾ എക്സാമ്പിളിന് എടുക്കാം. അപ്പം 10,000 കോടി രൂപയുടെ കാറ് കൊണ്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ കപ്പലും കൊണ്ട് പോകുന്നത്. അപ്പൊ ഈ 10,000 കോടി രൂപയുടെ സാധനം കൊണ്ടുപോകുന്ന ക്യാപ്റ്റന് 20 ലക്ഷം 15 ലക്ഷം ഒക്കെ നിസ്സാര ശമ്പളമല്ലേ. ഇത്രയും സാധനം സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്ന ക്യാപ്റ്റന് ഈ ശമ്പളം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ശമ്പളം കൂടുതലെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും കോടി രൂപയുടെ സാധനം കൊണ്ടുപോകുന്ന ക്യാപ്റ്റന് ഈ ശമ്പളം കുറവാണ്. കാരണം ചിലപ്പോൾ ഇപ്പോൾ ഒരു മാസം തന്നെ 2 ട്രിപ്പ് അടിക്കുമായിരിക്കും. അപ്പോൾ 20,000 കോടി രൂപയുടെ സാധനമായി. അപ്പോൾ ഇത്രയും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ക്യാപ്റ്റന് ശമ്പളം കുറവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ വശം എന്ന് വെച്ചാൽ, ഇപ്പൊ ഓരോ കപ്പൽ, ഇത് കപ്പലും കമ്പനിയും അനുസരിച്ച് ക്യാപ്റ്റന് ശമ്പളം മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നല്ല കപ്പലും നല്ല കമ്പനിയാണെങ്കിൽ 20-25 കിട്ടും, അതായത് 25 ലക്ഷം രൂപ. ഇപ്പൊ 4 മാസം ക്യാപ്റ്റൻ പണിയെടുത്താൽ തന്നെ 1 കോടി രൂപ കയ്യിലായി. അതായത് നമ്മൾ സാധാരണ ആൾക്കാർ പണിയെടുക്കണമെങ്കിൽ അപ്പൊ ഗൈസ്, അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ഗൈസ്. അപ്പം ഇപ്പം മെർച്ചന്റ് നേവി എന്ന് പറയുന്നത് ഇപ്പം പലർക്കും ഈ ഫീൽഡിനെ പറ്റി അറിയത്തില്ല. ഇപ്പം മുംബൈ, കൊച്ചി അവിടെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചൊക്കെ അറിയാം. അല്ലാതെ ഇത് അകത്തോട്ടുള്ള പ്രദേശങ്ങൾ, അപ്പം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഇപ്പം വിഴിഞ്ഞം വന്നതിന് ശേഷം വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷം കുറച്ച് പേരിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ മെർച്ചന്റ് നേവി. അല്ലാതെ നമ്മുടെ ഏരിയയിലുള്ളവർക്കൊക്കെ ഇത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. മൊത്തം ഹിന്ദിക്കാരാണ് ഇത് ഭരിക്കുന്നത്, ഈ മെർച്ചന്റ് നേവി എന്ന് പറയുന്നത് തന്നെ. അപ്പം ഞാൻ പോലും ഈ ഫീൽഡിൽ വരാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ഈ ഫീൽഡിൽ വരണമെന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി റിസ്ക് ആണ്. അപ്പം അത് പുതിയതായിട്ട് വരുന്ന ഒരാൾക്കാണെങ്കിൽ ഇതിലോട്ട് വരാൻ ഭയങ്കര പ്രയാസവുമാണ്. അപ്പോൾ ഈ കപ്പലിലെ ക്യാപ്റ്റൻ ആകണം എന്ന് പറയുന്നത് ഒരു നല്ല, ആദ്യം വന്ന ഉടനെ ഒന്നും നമുക്ക് കപ്പലിൽ ക്യാപ്റ്റൻ ആകാൻ പറ്റത്തില്ല. നമ്മൾ ഒത്തിരി, അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് കയറുമ്പോൾ ഒരു ചെറിയ പൊസിഷനിലാണ് കയറുന്നതെങ്കിൽ നമ്മളത് എക്സാം എഴുതി പിന്നെ അങ്ങനെ പോയി ഓരോ സ്റ്റെപ്പായിട്ട് കയറിയേ ക്യാപ്റ്റൻ ആകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബ്രിഡ്ജിൽ ഇങ്ങനെ കാലിൻ്റെ പുറത്ത് ഇട്ടിരുന്നിട്ട് ശമ്പളം എണ്ണി വാങ്ങിച്ചുകൊണ്ടിരിക്കാം. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ക്യാപ്റ്റന്. ഫുള്ള് പ്രഷർ വരണത് ചീഫ് ഓഫീസറിനാണ്. ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ക്യാപ്റ്റൻ്റെ അടുത്ത് പോയി ഡൗട്ട് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ക്യാപ്റ്റന് വലിയ ജോലി എന്ന് പറയാണ്ട് ഒരു ജോലിയില്ല. ജസ്റ്റ് വാച്ചിങ്, ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇരിക്കുക, അത്രേ ഉള്ളൂ. അതിനാണ് ഇത്രയും മാത്രം ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ ചില പ്രോബ്ലംസ് വരുമ്പോൾ ഫുള്ളും ക്യാപ്റ്റന്റെ തലയിലായിരിക്കും.
അതും ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ അപ്പോൾ ഞാൻ നിങ്ങളെ എത്തിക്കുന്നതാണ്. അപ്പോൾ ചീഫ് എഞ്ചിനീയറുടെ ശമ്പളം എത്രയാണെന്നും ക്യാപ്റ്റൻ്റെ ശമ്പളം എത്രയാണെന്നും ഓരോ കപ്പലനുസരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ക്യാപ്റ്റൻ്റെ ശമ്പളം ഓരോ കപ്പൽ വൈസായിട്ട് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ ക്യാപ്റ്റൻ ആകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.